നമസ്കാരം, എല്ലാവർക്കും സതോൺ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത ഓണം വിഭവമായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് പായസമാണ് ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനകത്ത് ഉമ്മിയൊക്കെ കാണും, അതേപോലെ തന്നെ ഒരു കൊഴുപ്പുണ്ടാവും. അപ്പോൾ അത് നല്ല ക്ലിയർ വെള്ളമാവുന്നത് വരെ നമ്മൾ കഴുകിയെടുക്കുക. അപ്പോൾ ഇത് കഴുകിയെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് വേവിക്കാൻ പോകുന്നത് കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൽ നമ്മൾ വെള്ളമൊഴിച്ചിട്ടും വേവിക്കാം. അപ്പോൾ കുക്കറിലാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഉപ്പൊന്നും ഞാൻ ഈ സമയത്ത് ചേർക്കുന്നില്ല, വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 വിസിൽ വന്നാൽ മതിയാവും. കുക്കറിനനുസരിച്ചിട്ട് വിസിലിൻ്റെ ഇതിൽ മാറും. അപ്പോൾ ഏകദേശം ഒരു 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ നുറുക്ക് ഗോതമ്പ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ശർക്കര പാനി നമ്മൾ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ഈ ഒരു അളവിൽ ഏകദേശം ഒരു 750 ഗ്രാം ശർക്കര എടുക്കുന്നുണ്ട്. ഇതൊരു വലിയൊരു ഉണ്ട ശർക്കരയാണ്. അപ്പോൾ അതിൽ ചെറിയൊരു ഭാഗം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. ബാക്കി 750 ഗ്രാമോളം വരും ഇത്. അപ്പോൾ അത് എടുക്കാം. ഇതിലേക്ക് ഞാൻ ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ അഴുക്കൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കുക. പാനി ആയതിനു ശേഷം മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് നുറുക്ക് ഗോതമ്പ് വേവുന്ന സമയത്ത് നമുക്ക് ഇതും റെഡിയായി കിട്ടും. അപ്പോൾ ഇത് രണ്ടും റെഡിയാകുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാലും റെഡിയാക്കി വെക്കാം. 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കാൻ നമ്മുടെ ശർക്കര നന്നായിട്ട് പാനിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇത് നോക്കിക്കാൻ നമ്മുടെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പായസം ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നെയ്യിൽ നമ്മുടെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നെയ്യ് അവസാനം വേണമെങ്കിൽ ഒഴിക്കുക. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ നെയ്യിട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഈ നെയ്യിൽ കിടന്നിട്ട് നമ്മൾ നുറുക്ക് ഗോതമ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. കട്ട കെട്ടാതെ മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ശർക്കര പാനി ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കട്ടയൊക്കെ കെട്ടി ചെറിയ ചെറിയ കട്ടകളായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പ് ഈ ശർക്കരയിൽ കിടന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വേവണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു കുറുകി വന്നൊരു പാകമാവുന്നവരെ വേവിക്കുക. ഇതുപോലെ ഒരു കുറുകി ഒരു പാകമാവുന്നത് വരെ നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുക. ഇതിനകത്തേക്ക് ഞാൻ 2 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വരും ഇത്. അപ്പോൾ ആ ശർക്കരയും നെയ്യൊക്കെ കൂടി വരുമ്പോൾ നല്ലൊരു മണമാണ് ഇവിടെ. നല്ലൊരു പായസത്തിന് നല്ലൊരു രുചിയും മണമൊക്കെ ഉണ്ടാവും ഈ ഒരു സമയത്ത് നെയ്യ് ചേർക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് നോക്കിക്കാൻ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ 2-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഞാനിവിടെ 3 കപ്പ് തേങ്ങാപ്പാലിൻ്റെ 2-ാം പാല് എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ശർക്കരയും തേങ്ങാപ്പാലൊക്കെ കൂടി നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം 1.5 കപ്പോളം 1-ാം പാലുണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ പശുവും പാലിൽ ഒഴിച്ചിട്ടും വേണമെങ്കിൽ ഇത് ചെയ്യാം കേട്ടോ. ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം പശുവും പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ പായസം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തേങ്ങാപ്പാലാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നോക്കിക്കേ, ഞാൻ 1-ാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഏലക്കായ ചേർക്കണം. ഏകദേശം ഒരു 8 ഏലക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന്
പൊടിച്ചെടുക്കണം, അല്ലെങ്കിൽ ചതച്ചെടുക്കുക. ചതച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇത് ഇപ്പോൾ ഉള്ളത് പായസത്തിന്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ നെയ്യ് എടുക്കുക. ഏകദേശം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഉണ്ടാവും. ഇതിനകത്തേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്നൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് കാഷ്യൂ നട്ട് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1 പിടി എടുക്കുക. 1 പിടി കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഉണക്ക മുന്തിരിയും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.